ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയല്ല കേട്ടോ, ഒരു സ്ഥലത്തേക്കാണ്. അത് ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ വീഡിയോസൊക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്താ കഴിക്കുന്നതല്ലേ, ഞാനൊരു ബീൻസ് കഴിച്ചതാണ്. ബീൻസോ എന്താ പച്ച കഴിക്കുന്നു വിചാരിക്കുന്നുണ്ട്, അല്ല കേട്ടോ, അത് ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ചെയ്ത് നല്ല വെജിറ്റബിൾ ആട്ടോ. അത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കാൻ കിട്ടും, പലതരം വെജിറ്റബിൾ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ട് എല്ലാം ഒരേ ടേസ്റ്റാണ്. പൊട്ടറ്റോ ഉണ്ട്, അതിൽ ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അത് കഴിക്കാൻ ബോധിയായിട്ട് അങ്ങ് വാങ്ങിയിട്ട് കഴിച്ചാട്ടോ. ആ അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. അതായത് പാനൂരാണ് ഇത് സ്ഥലം വരുന്നത്. അമ്പിൻ്റെ ഫ്രണ്ടാട്ടോ. ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എത്തിയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് അമ്പി 10-12 വർഷം മുന്നേ ഗൾഫിലുള്ള അമ്പിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഫേസ്ബുക്കിൽ നിന്നാണ് അമ്പിന് നമ്പർ കിട്ടിയത്. അപ്പോൾ പറഞ്ഞേടാ, നിന്നെയും നിൻ്റെ മക്കളെല്ലാം കാണടാ, ഒന്നിങ്ങോട്ട് വാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് പാനൂർ വിട്ടു കേട്ടോ. കൂടെ പെങ്ങളും മരിയോളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അവർ ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. നല്ല മന്തിയുണ്ട്, പിന്നെ നെയ്ച്ചോറിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ സംസാരിച്ച് നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് നേരെ കഴിച്ചോട്ടെ. അടിപൊളി മന്തിയായിരുന്നു. അവർ സൽക്കാരം ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട്, നല്ല എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അടിപൊളിയായിരുന്നു. നല്ലൊരു സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. ഇതാണ് അമ്പിൻ്റെ ഫ്രണ്ട്. അപ്പം നമ്മൾ കുറേ ചെയ്യാൻ പറയുന്നത് മൂപ്പർ ഉണ്ടാക്കിയതാണ്, നല്ല ബീഫ് ഫ്രൈ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ പോയത്. പിന്നെ നല്ല അടിപൊളി കിണറുണ്ട്. ഈ ഒരു മോഡൽ വണ്ടി നോക്കിയാട്ടോ, ചാടി ചാവുന്നല്ല, നല്ലൊരു മരത്തിൻ്റെ ഒരു ഷേപ്പുള്ള നല്ലൊരു കിണർ. അങ്ങനെ അതും നോക്കി നേരെ വിട്ടു. ഇവരെ വീട്ടിലെ ബാക്ക് ഭാഗത്ത് ഇവരെ തറവാടുണ്ട്. ആ തറവാട്ടിൽ പിന്നെ ചക്ക ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മലയാളീസല്ലേ, ചക്ക വിടില്ലല്ലോ. അപ്പോൾ നല്ല ചക്ക അങ്ങ് പറിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പോകുന്നത്. അപ്പം ആ ഒരു വൈബാണ്, നല്ല രസമുള്ള ഒരു വഴി. കുറേ കാടും മലകളും കുന്നെല്ലാം നല്ല ഏരിയ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാനും സേവക്കുട്ടിയും അമ്പിയും ഒക്കെ നല്ല അടിപൊളിയായി സൊറ പറഞ്ഞതായിരുന്നു. അപ്പോൾ അവിടെ ഒരു തറവാടുണ്ട്, ഇവരെ തറവാട്ടിൽ. അവിടെ അവർ പറഞ്ഞു ഏതായാലും വന്നതല്ല, അപ്പോൾ ഇതിൻ്റെ അകത്തും കൂടി ഒന്ന് കയറുന്നുണ്ട്. അവിടെ നല്ല സ്നേഹമുള്ള ഒരു ഉമ്മാമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൈ പിടിച്ച് ഉമ്മ വെച്ച് പോന്ന മോളെ, കുറച്ച് സമയം കഴിയുന്നെല്ലാം പറഞ്ഞു. പിന്നെ നമുക്ക് കണ്ണൂരെത്തണമല്ലോ, കണ്ണൂരെത്തണമെങ്കിൽ കുറേ ടൈം ഡ്രൈവ് ചെയ്യണ്ടേ. അപ്പോൾ അവർ തന്ന് വിട്ട ചക്കയാണ് കേട്ടോ, നല്ല ഭരിക്ക ചക്ക, പിന്നെ പഴഞ്ചക്ക, അതെല്ലാം ഉണ്ട്. അതെല്ലാം വണ്ടിയിൽ കയറ്റി വെച്ചു. പിന്നെ പറഞ്ഞു നല്ല സപ്പോർട്ട് ഉണ്ട്, വേണമെങ്കിൽ പറിച്ചോന്ന് പറഞ്ഞു. പിന്നെ അതും വെറുതെ വിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് മൂത്ത് സപ്പോർട്ട നോക്കി അങ്ങനെ അതും കുറച്ച് പറിച്ചു കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ കിട്ടും ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മളെ വീട്ടിൽ ഇതൊന്നും നട്ടു പിടിപ്പിക്കേണ്ട സ്ഥലവും ഇല്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമായിരിക്കും പറിക്കാനും കഴിക്കാനും ഒക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചു. പിന്നെ നേരെ വിട്ടു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നല്ല റംബൂട്ടാൻ വിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആദ്യമായിട്ട് റംബൂട്ടാനാണ്, അത് ഇങ്ങനെ വാങ്ങി കഴിച്ചു. അപ്പോൾ വണ്ടിയിലെല്ലാം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും വാങ്ങി കഴിക്കരുത് എൻ്റെ സ്ഥിര ഹോബി ആട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് നല്ല അടിപൊളിയായി നേരെ അങ്ങ് തലശ്ശേരി എത്തി കേട്ടോ. തലശ്ശേരി കോടതിന് മുന്നേ നല്ല അടിപൊളി പാർക്ക് പുതിയതായി പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ടില്ല കേട്ടോ. എപ്പോഴും നോക്കും പോകണമെന്ന്, പക്ഷെ അവിടെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും സമയമുണ്ടല്ലോ, അങ്ങനെ അവിടെ വന്നു. ജസ്റ്റ് ഒരു വീഡിയോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പം ഈ ഒരു ഇന്നത്തെ വൈബ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയോ കേട്ടോ. അപ്പോൾ സേവക്കുട്ടി ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. റിച്ചും ഉണ്ട്. റിച്ചു പിന്നെ വീഡിയോക്കും ഫോട്ടോക്കും ഒന്നും നിൽക്കില്ല, മുന്നേയൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അവർ എന്താ ഭയങ്കര മടിയാണ്. അപ്പം പൊന്നു മക്കളും ഞാനും എല്ലാം കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം.